ഫ്രഷ് ഓക്കെ. ആര് വിളിച്ചോടി വന്നാലും അപ്പച്ചീടെ അടുത്തോട്ടാ ചെല്ലുന്നത്. ഞാൻ കുഴഞ്ഞമ്മേ എന്നോട് ചോദിച്ചില്ലേ ചേച്ചിക്ക് എന്താ വയറില്ലാത്തത്, നിങ്ങൾ പറയരുത്. നമ്മള് വാർത്ത പറഞ്ഞാൽ ഇല്ലെന്നും പറഞ്ഞെങ്കിൽ ഇറങ്ങിയാൽ ഇതിപ്പം അഭിമാനത്തിന്റെ പ്രശ്നമായി പോയി. ഹലോ കുട്ടികളെ, അപ്പൊ റൂം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളുടെ കല്യാണ ചേച്ചി എവിടെ എത്തിയിരിക്കുന്നു. ഇടയ്ക്കാട് എത്തിയിട്ടുണ്ടെന്ന് കേട്ടോ. 21-ാം തീയതി രാത്രിയിൽ നമ്മൾ എത്തിയത്. അപ്പോൾ ഏട്ടൻ്റെ കൈക്ക് കുറച്ച് ചതവും കാര്യങ്ങളും ഒക്കെ പറ്റി കേട്ടോ. അതുകൊണ്ട് ഞാനാണ് ഡ്രൈവ് ചെയ്തത്. അങ്ങനെ ഞാൻ കൊല്ലത്തുനിന്ന് ഇടയ്ക്കാട് വരെ പാതി രാത്രിക്ക് ആദ്യമായിട്ട് നല്ലപോലെ ഡ്രൈവ് ചെയ്തെത്തി കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി രാത്രിയിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ അമ്മയൊന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് അലാറം വെച്ച് എഴുന്നേറ്റു. അമ്മ മാത്രമല്ല വാവാപ്പച്ചിയും വന്നിട്ടുണ്ട്. അതായത് അച്ഛൻ്റെ ഏറ്റവും ഇളയ പെങ്ങളാണ് വാവാപ്പച്ചി. അവള് വന്നെങ്കിൽ നമ്മള് റെസ്റ്റ് എടുക്കുക. അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ കറികളെല്ലാം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാന്ന് കേട്ടോ. ഈ ഒരു വളഞ്ഞു പിടിഞ്ഞ് കിടക്കുന്ന മീനിന്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പാമ്പ് പോലെ ഇരിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞ് വറക്കാനാന്ന്. അപ്പോൾ രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ഇവിടെ അപ്പവും മുട്ടക്കറിക്കുള്ള മുട്ടയാണ് കേട്ടോ ഈ വേവിക്കാൻ വേണ്ടി വെച്ചേക്കുന്നത്. അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേനെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ പച്ചക്കറികളെല്ലാം അങ്ങ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് പുറത്ത് വെക്കാൻ. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ അരച്ചുണ്ടാക്കുന്നതല്ലേ രുചിയെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പച്ചി ഇതാ തേയിലവെള്ളം ഇടുവാണ്. അപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു പോയി പല്ലൊക്കെ തേച്ചിട്ട് വരാമെന്ന്. നമ്മുടെ വീട്ടിലെ കിണറ്റിൻ്റെ സൈഡിൽ നിൽക്കുന്ന ചാമ്പയ്ക്കാണ് കേട്ടോ. ഈ ചാമ്പയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട്. പണ്ട് ഞാനും അനന്തവും കുഞ്ഞായിരിക്കുമ്പം ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി ചാമ്പയ്ക്ക പിച്ചിലായിരുന്നു ഞങ്ങളുടെ പണി. അങ്ങനെ ഒരു ദിവസം അച്ഛനും അമ്മയും ശ്രദ്ധിക്കാത്തപ്പോൾ ഞങ്ങൾ കിണറ്റിൻ്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറിയിട്ട് മുകളിൽ നിൽക്കുന്ന ചാമ്പയ്ക്ക വെച്ചാന്ന് പറഞ്ഞ് കയറിയപ്പോൾ അച്ഛനത് കണ്ടുകൊണ്ട് വന്ന് താഴെ ഇറക്കിയിട്ട് ഈ ചാമ്പ വെട്ടാൻ 2-3 വെട്ടി ഇപ്പോഴും അതിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. കത്താളം കൊണ്ട് വെട്ടി. പിന്നെ കയ്യും കാലും ഒക്കെ പിടിച്ച് ചാമ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് ഇന്നും ആ ചാമ്പ അവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് പല്ല് തേച്ച് ഞാൻ വീടിന് മൊത്തം ഒന്ന് വട്ടം വെച്ചു കേട്ടോ. അപ്പോൾ റബ്ബർ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇങ്ങനെയാണ് റബ്ബറിൻ്റെ പാല് ചിരട്ടയിൽ വീഴുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് അതവരെ എടുത്തുകൊണ്ട് പോകും കേട്ടോ. അപ്പോൾ ദാ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചാമ്പയിൽ നിന്ന് വെറും വയറ്റിൽ ഒരു ചാമ്പയ്ക്ക തിന്നാന്ന് വിചാരിച്ചു. അമ്മ കണ്ടാൽ വഴക്ക് പറയും കേട്ടോ, വയറുവേദന എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ആര് കേൾക്കാൻ. അപ്പോൾ അതിൽ കുറേ ഉറുമ്പ് കുട്ടന്മാരുണ്ടായിരുന്നു. എല്ലാത്തിനെയും തട്ടിക്കളഞ്ഞിട്ട് ചാമ്പയ്ക്ക കഴിച്ചു. അത് കഴിഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ നമ്മുടെ പേരയ്ക്കൊക്കെ ഇങ്ങനെ വിളഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത്രയ്ക്കങ്ങോട്ട് ആവാത്തതുകൊണ്ട് ഞാനത് പറിച്ചില്ല. അതിനെ വെറുതെ വിട്ടിട്ട് ഒന്ന് തട്ടൊക്കെ കൊടുത്തിട്ട് തലകൂടി ഞാനങ്ങ് വെറുതെ വിട്ടു. നമ്മുടെ വീടിരിക്കുന്നതിൻ്റെ താഴ്വശം എന്താ ഇങ്ങനെയാണ് കേട്ടോ. ഒരു ഗർത്തം പോലെയായിട്ട് ആദ്യം കാണുന്നവർക്കൊക്കെ തോന്നും. പക്ഷെ നമ്മൾ ഇതുവഴിയൊക്കെ ചാടി ഇറങ്ങി ഓടാറൊക്കെയുണ്ട്. എൻ്റെ അപ്പുകൂടന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഒരുപാട് പിടിച്ചിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ഞാനങ്ങ് പിച്ചി തിന്നു. അവന് വേറെ പിച്ചി രാജി കൊടുത്തോളൂ എന്ന് വിചാരിച്ചു. ഞാൻ പിച്ചാൻ പോവില്ല കേട്ടോ. ഇതൊക്കെ അമ്മ കഷ്ടപ്പെട്ട് പിച്ചി അമ്മ അവന് വായി വെച്ച് കൊടുത്തോളൂ. പെരയ്ക്ക് ചുറ്റുമുള്ള കറക്കമൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് വന്നപ്പോൾ കുറച്ച് അവിയൽ കഷ്ണം അരിയാൻ കിടപ്പുണ്ടായിരുന്നു, ചേനയുടെ കേട്ടോ. അങ്ങനെ അപ്പച്ചി ആ ചേന അരിഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഞാൻ സൊളയൊക്കെ പറഞ്ഞ് അടുത്ത് നിന്ന്. നമ്മുടെ ഇവിടെ നിറച്ചും മാങ്ങ പിടിച്ചിട്ടുണ്ട് ഈ വർഷം. അപ്പോൾ ഈ മാങ്ങ കുഞ്ഞായിരിക്കുമ്പോൾ അടന്ന് താഴെ വീഴുന്നത് അമ്മ എടുത്തൊരു കുപ്പിക്കകത്ത് നിറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ അടച്ചു വയ്ക്കും. അപ്പോൾ ഇത് ചുരുങ്ങി സെറ്റാകുമ്പോൾ നമുക്ക് കണ്ണിമാങ്ങ അച്ചാറിടാൻ അടിപൊളിയാണ് കേട്ടോ. ഇന്നലെ ഓടിപ്പിടിച്ച് വന്നുകൊണ്ട് ഞാൻ ഒരു കറുത്ത ടോപ്പാണ് കേട്ടോ എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അത് ഭയങ്കര ലൂസായിരുന്നു എനിക്ക്. അങ്ങനെ അമ്മയുടെ കൈയും കാലും പിടിച്ച് ഈ സമയമില്ലാത്ത സമയത്ത് ഞാനതൊന്ന് ഷേപ്പ് ചെയ്തിട്ടു. ഇന്നലെ ഞാൻ ഷോർട്സ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ഈ ഡ്രസ്സ് ചോദിച്ചു. ഞാനിത് വാങ്ങിച്ചത് ഇഹാ ഡിസൈൻസിൽ നിന്നാണ്. പക്ഷേ കൊള്ളത്തില്ല, നിഴലടിക്കും, കൊള്ളത്തില്ല. 1100 രൂപയ്ക്ക് എങ്ങാണ്ട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. കൊള്ളത്തില്ല. പിന്നെ ഷോള് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എനിക്ക് കൊളാബായിട്ട് കിട്ടിയതാണ്. ഞാൻ അവിടെ അത് കൊളാബായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ളവർ പോയി നോക്കിയാൽ മതി. അപ്പോൾ ദാ അമ്മയുടെ മിഷൻ ചെറിയ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഞാനെങ്ങാനും തൊട്ടായിരുന്നെങ്കിൽ അമ്മ ഉടനെ പറഞ്ഞേനെ ഞാനത് നശിപ്പിച്ചെന്ന്. അതുകൊണ്ട് ഞാൻ തൊടാതെ ബുദ്ധിപൂർവ്വം അമ്മയോട് തന്നെ അടിച്ചു തരാൻ പറഞ്ഞു. സ്വർണ്ണത്തേലയാണോ എടുത്തേ? വല്ലവരും ഡയമണ്ട് സ്വർണ്ണത്തിലെടുക്കൂടി. അപ്പുക്കുട്ട എന്തിനാ മാമനെ ശല്യപ്പെടുത്തുന്നേ? ആ കുഞ്ഞിന് സർപ്രൈസ് കൊടുക്കടാ. മാമ പോയി. അപ്പുമ്മോന് സർപ്രൈസ് ഉണ്ട്. എന്തായിരിക്കും സർപ്രൈസ്? ചോക്ലേറ്റ് ആയിരിക്കുമോ? ചോക്ലേറ്റ് ആണോ അതോ JCB ആണോ? JCB ആണോ? അപ്പുക്കുട്ടൻ ഏറ്റവും വേണോന്ന് ആഗ്രഹിച്ചത് എന്തുവാ? JCB അല്ല. അപ്പുക്കുട്ടൻ എപ്പോഴും എനിക്കിത് വേണം മാമൻ എനിക്കിത് വാങ്ങിച്ചുകൊണ്ട് തരുമോ എന്ന് മാമനോട് ചോദിച്ചില്ലേ? അത് JCB അല്ല വാവേ. ആലോചിച്ച് നോക്കിയേ.
കഴിഞ്ഞ തവണ മാമൻ വന്നപ്പോ മാമ അടുത്ത തവണ വരുമ്പോ എനിക്കിത് വാങ്ങിച്ചോണ്ട് വരണേ എന്ന് പറഞ്ഞു. പൊട്ടാസ് തോക്കല്ല, ഒത്തിരി ആഗ്രഹിച്ച അത് വാങ്ങിക്കാൻ കടയപ്പ. എന്താണ് നീ ഇങ്ങനെ കള്ള നോട്ടം നോക്കുന്നേ? വാ വാ നടക്ക്, മാമനെ പോയി കണ്ടുപിടിക്ക്. ഇവിടെ അല്ല, വാ അടുക്കളല്ല. കേക്കുമ്പം കറണ്ട് ബില്ല് കുറയാൻ വേണ്ടി നമ്മള് കരിക്കട്ട എടുത്ത് തേക്കണം. ഇതൊന്ന് ചെരുവൊക്കെ എടുക്കാൻ വന്നേ. അതെ, നാളത്തെ വ്ളോഗുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ രാജാമ്മ. പിന്നെ നിങ്ങളുടെ പപ്പ എന്ത് ഇവരുടെ ഉറക്കം. ഇന്നലെ രാത്രി പോയ നമ്പരത്തി ഒന്ന് പോയിട്ടേ ഞാൻ തിരിച്ചു വന്നു. ഒരാളെ ഉള്ളൂന്നോ? ഇപ്പൊ ഇത് എത്രാമത്തെ പേരാ ചോദിക്കുന്നേ? എന്നെ കൊണ്ട് മേലാന്നേ. എനിക്കിനി വയ്യ. എന്റെ കൂടെ വന്ന് നിക്കാവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കറിയുമ്പോ നോക്കണം. എന്നെ കൊണ്ടൊക്കത്തില്ലാത്ത എന്ത് അതിനൊരു കൂട്ട് ഞാനുണ്ട്. ഇത് ഓടിക്കോണം. ആ ഞാൻ യൂട്യൂബിൽ പറയുന്നത് എന്നെ രണ്ടാമതും കൊച്ചു വേണ്ടേന്ന് ചോദിക്കുന്നു. ഇപ്പൊ അടിയിലെല്ലാരും ചോദിക്കും വേണ്ടേ വേണ്ടേ. കാണുന്നിടത്തെല്ലാം വെച്ച് ഞാൻ ചോദിക്കും. ചോദിച്ചോ, സാരമില്ല. ഒക്കെ ചോദിക്കണം. ചോദിച്ചോ, സ്വിച്ചേട്ടനുണ്ടോന്ന് എടി എല്ലാരും ചോദിക്കുന്നു. കഷ്ടമുണ്ടടി. നിന്നെ ഒത്തിരി എടുത്തതാ ഈ രാധാമ്മ കൊച്ചില്. അന്ന് ആണ്ടെ ഇങ്ങനെ പള്ളിക്കൂടത്തിൽ പോയി തുടങ്ങിയതാണോ? പള്ളിക്കൂടെ അടച്ച് ഇവൻ അല്ലേലും ഇങ്ങനെ തന്നെ ആയിരിക്കുന്നത്. ആ കൊച്ചിലത്തെ ആ തടി വന്നു. എന്തായാലും പോയി നല്ലപോലെ ക്ഷീണിച്ച മറ്റേ നല്ല തടിയായിരുന്നല്ലയോ? ഓടാൻ പോകുന്നുണ്ടോ? അത് ഒന്നും പോകുന്നില്ല, നല്ലപോലെ വെട്ടി വീഴുന്നുണ്ട്. വീട്ടിലെ പണി കൊണ്ടാ, തിന്നും ചെയ്യും എന്നിട്ട് പണിയെടുപ്പാ. തുടപ്പ്, തൂപ്പ്, വാര്, നിറ്റം തൂപ്പ്, എല്ലാ പണിയുണ്ട്. അപ്പൊ ഈ തിന്നെല്ലാം ദഹിക്കും. ടാറ്റ, പോവാന്നാ? നീ എപ്പോ വരും? ഓക്കെ, ടാറ്റ. കിട്ടിയോ മോനെ? കിട്ടിയോ എന്റെ കുഞ്ഞിന്? കിട്ടിയില്ലേ? ഈ മാമൻ പറ്റിച്ചതാ മോനെ നമ്മളെ. മോനെങ്ങ് വാ, എന്റെ കുഞ്ഞ് സങ്കടപ്പെട്ടു വരുന്നു. എന്തുവാ ഇത്? ഇതെന്തുവാ? ഇതെന്തുവാ? ഇഷ്ടായോ? 4 ടയറുണ്ടോ? മാമനോട് വാങ്ങിച്ചോണ്ട് വരണേന്ന് പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ട് വാങ്ങിച്ചോ മാമൻ? ആ തൽക്കാലം വച്ചു നോക്കുവാടാ. ആ കാറ് കിടപ്പുണ്ട് ബാക്കില്. ആഹാ നോക്കട്ടെ. റൈഡർ, പ്രോ റൈഡർ. തെന്നി പോന്നല്ലോ അപ്പൊ കുട്ടൻ. പോയി കളിച്ചോ. ഇതിൽ കൂടെ എന്ത് മനസ്സിലാക്കാം? ഇതിൽ കൂടെ മോൻ എന്ത് മനസ്സിലാക്കാം? മോൻ എന്തേലും വേണമെങ്കിൽ മാമനോട് പറഞ്ഞാൽ മതി. വെള്ളം ഇറങ്ങി മൊത്തം. എന്ത് സ്പീഡിലാ കട്ട് ചെയ്യുന്ന നോക്കിയമ്മ. ഞാനിത് ഫോർവേഡ് ചെയ്തേക്കോ ഒന്നുമല്ല, അവൻ തന്നെത്താനത് കട്ട് ചെയ്യുന്നതാ. നല്ല സ്പീഡിലാ. എവിടുന്ന് പഠിച്ചതാ നീ ഇങ്ങനെ കട്ട് ചെയ്യാൻ?
പിന്നെ വല്ല ഹോട്ടൽ മാനേജ്മെന്റും പഠിക്കാൻ വിട്ടാൽ മതിയായിരുന്നു. മോനെ നീ വീഴും, ഇതിട്ടോണ്ട് നിനക്ക് നടക്കാൻ പറ്റത്തില്ല. ആദ്യം എണ്ണ ഒഴിച്ചു, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതിട്ട്. ആദ്യം അത് ഇടാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ അത് അടി പിടിക്കും. എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ഉള്ളിയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മുടെ വരട്ടി ചിക്കൻ വയ്ക്കുന്നത് അടുപ്പിലാണ് കേട്ടോ. ഞാൻ അമ്മയുടെ കയ്യും കാലും പിടിച്ചുന്ന അടുപ്പിലാണ് ചെയ്യുന്നത്. കാരണം അടുപ്പിൽ ചെയ്യുന്നതിന് പ്രത്യേക ടേസ്റ്റാണെന്നറിയാമല്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളകും കുറച്ച് പുകയുടെ മണം കൂടെ കിട്ടും. അതെ, പുകയോ ഇരുട്ട എല്ലാം കൂടി ഇട്ട് വരട്ടുക. ചൂട് സഹിക്കാൻ വയ്യ. ഇങ്ങനെ ഒരാളെ കാത്തു നിൽക്കുകയാണ്. അവളിപ്പോ വരും, വന്നിട്ട് പറയാം. വരുന്നല്ലോ വരുന്നല്ലോ. പേടിച്ചോടി? കുഴിയിലോട്ട് ഇറങ്ങുമ്പോ പേടിച്ചോ? കുഴിയിലോട്ട് ഇറങ്ങുമ്പോ പേടിച്ചോ? പതുക്കെ പതുക്കെ വാ. പിന്നെ അവിടുന്നൊക്കെ വരുമ്പോ അങ്ങനെ തന്നെ. വാ വാ കുഞ്ഞു വാ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ശ്രീ വന്നു. പ്രിറ്റി വിത്ത് ശ്രീ അല്ലേ? ഏതാ അമ്മൂമ്മയുടെ പ്രിറ്റി വിത്ത് ശ്രീ. ആ ദുഷ്ട കൊച്ച് ഈ കൊച്ച. ആ അമ്മൂമ്മയോട് ക്രൂരതകളെല്ലാം ചെയ്യുന്ന കൊച്ച്. ആ അമ്മൂമ്മയോട് ക്രൂരതകളെല്ലാം ചെയ്യുന്ന കൊച്ചമ്മ ഇത്. തന്നെ മാമൻ കൊടുത്ത പണിയാ. കാലി കെട്ടിയിട്ട് അവന് നടക്കാനൊക്കത്തില്ല, ഇങ്ങനെ ഇരിക്കാനേ പറ്റൂ. കുരുത്തക്കേട് ചെയ്യുന്നവരുടെ കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ കാലിലിട്ട് കെട്ടി വെച്ച് കൊടുത്താൽ അവരവിടെ അടങ്ങിയിരുന്നോളൂ. അല്ലേ അപ്പു? അല്ലേ അനന്തു? സുഖല്ലേടാ അനന്തു? ഇവൻ ആരാന്നറിയാവോ? ഇവൻ കരിക്കിന്റെ അകത്തെ ലോലനാ. ലോലൻ. ലോല സൂപ്പർ. ഓക്കെ മോനെ, വേണമെങ്കിൽ പറയാം. ആ കമ്പൊന്നും ഇങ്ങോട്ട് തരുവോ? മതിയടാ, വെറുതെ അടിച്ചു കളയാതെ. വെള്ളം ഒഴിക്കല്ലേടാ, ഇച്ചിരി പതുക്കെ ഇതായിട്ട് അധികം. അച്ഛന്റെ പെങ്ങള് ക്യാമറ കണ്ടപ്പോ ഓടുന്നേ. യോ മോനെ വേണ്ടടാ കൺമണി. ആ കൊള്ളാം, സൂപ്പർ. ഇങ്ങനെ അമ്മയും മാമനും പണ്ട് ട്രിക്ക് ചെയ്തിട്ട് മാമന്റെ അമ്മയുടെയും തൊട അപ്പൂപ്പൻ അടിച്ചു പൊട്ടിച്ചായിരുന്നു. ശൂശു. ആ ശൂശു എന്ന് വിളിച്ചാൽ ആരായാലും തിരിഞ്ഞു നോക്കി. ശൂശു 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 എന്ന് വിളിച്ചാൽ ആരായാലും തിരിഞ്ഞു നോക്കി. വീഡിയോയിലുള്ള ക്രൂരനായിട്ട് അതെ, ഞാൻ എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ കാണിക്കത്തത് ഒരു വഴിയുണ്ടടാ. ഇത് അടിയിൽ അങ്ങ് വെക്കടാ. എന്നിട്ട് വേണം അച്ഛൻ എന്നെ കേട്ടോ. പണിയൊന്നും എടുക്കുന്നില്ല, പക്ഷെ നിൽക്കാനൊക്കത്തില്ല. അത് ചിലപ്പോ ഒന്ന് ഒടിഞ്ഞു വീഴും. എന്തായാലും ഇത് കായ്ക്കണേ. എന്നാ പിന്നെ നിന്നെ വെട്ടേണ്ട സമയം കഴിഞ്ഞു. അതിന് മുമ്പ് ഇതിലെല്ലാ ഇലയും ഇതും 2-3 ഇതിലെല്ലാ ഇലയും വാഴയിലയാണല്ലേ? വയനാലടാ മറ്റേ വയനയും കുരുമുളകും ജാതിക്കയും. എന്താ വേണോടാ?
ആണല്ലേ ഉള്ളു, പേടിക്കണ്ട. എന്താ ചിലപ്പോ പാമ്പൊക്കെ കാണും, അത് ശരിയാ. അല്ല അത് ശരിയാ. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനം അതാ, വേറെ ഒന്നിനും എനിക്ക് പേടിയില്ല. എനിക്കും പേടി പാമ്പാ. ഞാൻ പാമ്പിന്റെ സ്വത്തം കണ്ടു. സ്വപ്നം കണ്ടാ? എങ്ങനെ കാണാതിരിക്കും? ഒരു വള്ളി എടുത്ത് അതിന് കളറടിച്ച് പാമ്പാന്നും പറഞ്ഞാ രാത്രി കളിച്ചോണ്ട് നടക്കുന്നത്. അപ്പൊ പിന്നെ സ്വപ്നം കാണത്തില്ല. കൊണ്ടുവെക്കുന്നുണ്ടല്ലോ വീഡിയോക്കകത്ത്. ഞാൻ സ്വത്തം കണ്ടു. ഞാനിടും, ഞാൻ എല്ലാം എടുത്തിടും. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് കേറത്തില്ല. ഒരു കമന്റ് ഒരു ചേച്ചി ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ശമ്പളം കിട്ടുമ്പോഴേ കേറത്തുള്ളൂ. അതാവുമ്പോ മോനെ ഇതാണെന്ന് കാണത്തൊന്നും ഇല്ലേ. പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞതാ സീച്ചേട്ടാ. ഈ കുളമായി കിടക്കുന്ന സ്ഥലങ്ങളെയാണ് നീ കുളം എന്ന് പറയുന്നത്. ഞങ്ങൾ കുഴിച്ച കുളവാ ഇത്. പറ്റത്തില്ല. നമുക്കറിയത്തില്ലല്ലോ, അതുകൊണ്ട് തള്ളുവാ. ചേച്ചി ഇതൊന്നും നമുക്കറിയത്തില്ല. ഇനി നിനക്ക് ജാതിക്ക വേണോ? നൂകൊണ്ട് മോളിക്കുന്നുണ്ടോ? കേറി പറിക്കണം കേട്ടോ. ഇത് നമ്മുടെയാ, എല്ലാം നമ്മുടെയാ. ആ കണ്ണായി കാണുന്ന മൊത്തവും കാടും നമ്മുടെ. അപ്പൂര് പറയാ സ്വന്തമായിട്ട് തോടും കുളവും കാടും എല്ലാം നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. അംബാനിക്ക് മാത്രമല്ല മോനെ കൊണ്ട് കാട്. അംബാനിക്ക് മാത്രമല്ല കാടുള്ളത്. എന്റെ അപ്പുക്കുട്ടനും കാടുണ്ട്. ദേ നോക്ക്, കണ്ടോ? ഈ കാടിന്റെ അവകാശിയാ. പണ്ട് ഞാൻ ആനയുള്ള വീട്ടില്. അതെ, കുഴിയാന. ഒരു ഓഞ്ഞ മാമനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. വേണ്ട, മാമന്റെ എല്ലാവരുടെയും കുളിച്ച് നാളെ യൂട്യൂബിൽ കാണാം. ഉണ്ട് ഉണ്ട് ഉണ്ട്. എനിക്ക് എത്ര പേരെന്തെന്നറിയുക? 3 എന്തൊക്കെയാ? ഒരെണ്ണം സാത്തു, ഒരെണ്ണം സാറ്റിക്കു, ഒരെണ്ണം അപ്പു. ഒരെണ്ണം അപ്പു ഒരെണ്ണം അപ്പു മോൻ. 5 പേര്. 6 7 പാമ്പുണ്ട്. പാമ്പ് അല്ലടി നടന്ന ഒരു കുഴപ്പമില്ല. ഓടി വാ പെണ്ണേ. പതുക്കെ വന്നേ, പതുക്കെ വന്നേ. പാമ്പ് വരുന്നുണ്ട്. പാമ്പ് വരുന്നുണ്ട്. പാമ്പ് വരുന്നുണ്ട്. ഹലോ, ഇവിടെ ഒരുപാട് കണ്ണിമാങ്ങയൊക്കെ പൊഴിഞ്ഞു കിടപ്പുണ്ട്. പാമ്പെന്നെ കടിച്ചു പറത്തിയിടാം. ഇതുണ്ടോ കണ്ണിമാങ്ങ, അപ്പുപ്പൻ താടി. അപ്പുപ്പൻ താടിക്ക് ഇതിന് കണ്ണുണ്ട്. കണ്ടോടി? എനിക്ക് ഇതിനുണ്ട്. ഇവിടെ മരം ഉണ്ടടി. ഇതിന്റെ മരമാണോ വള്ളിയാണോ? ഇപ്പൊ പറഞ്ഞുതരും. വള്ളി എങ്ങാണ്ട, വെള്ളച്ചെടിയാ. നിങ്ങൾ എന്താ മനുഷ്യര് തന്നെയല്ലേ? വല്ല തടിക്കാരും ഇതിനെ ഈ ആഞ്ഞിലെല്ലാം വെട്ടിവിടാൻ. ഇവിടെ പണ്ട് ഇത്രയുള്ള മാങ്ങ ഉണ്ടായിരുന്നടി. ഇങ്ങോട്ട് നോക്കി, ഇത്രയുള്ള പഴുക്കുന്നതും ഇത്രയും തന്നെ. വായിലിട്ടിങ്ങനെ ഉറിഞ്ചി കൊണ്ട് കിടക്കാൻ മറ്റേ കുഞ്ഞു മാങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു. നാട്ടുമാങ്ങ എന്ന് പറയും. പണ്ട് ചീറ്റ് കട്ടി വിറ്റിട്ടുണ്ട്. ആ, ഇല്ലടാ, എനിക്കറിയത്തില്ല, ഇതാണെന്ത് ഞാനിതിൽ ഉത്തരവാദിത്തമല്ല. ശരി കല്യാണി, ഞാൻ കാണിച്ചേക്കാം അച്ഛനെ കേട്ടാ. അളിയന്റെ പ്രോഡക്റ്റ് ആണെങ്കിൽ വേണ്ട. ഞങ്ങള് സിറ്റിയിൽ നിന്നുള്ള ഒരാളെ വിട്ടുതരാം. തലയിൽ തൂവലൊക്കെ നല്ല കറയാ. പോ സീച്ചേട്ടാ. ചവർപ്പില്ലേ ഇച്ചിരി കഴിക്കുമ്പോ? ഞങ്ങളെല്ലാം കഴിക്കൂ. ഇത് നല്ലതാ. വയറുവേനൊക്കെ ഉണ്ടെങ്കിൽ നിമിഷം നേരം കൊണ്ടാ പോന്നെ. കഴിച്ചോക്ക്. തൊലിയോടെ കഴിക്കുവോ?
നീ കഴിച്ചോടി, കുഴപ്പമൊന്നുമില്ല. വണ്ടി പറ്റിച്ചതാ, വിശ്വസിച്ച്. ചുമ്മാ കഴിക്കുന്നത്. അതെന്തോ തുപ്പി പിന്നെ പറ്റിച്ച്. എന്താ എക്സ്പ്രഷൻ? ബോഡിക്ക് നല്ല ജാതിക്ക ഫ്രഷ് കുഴിച്ചെടുത്താണോ? മേലോട്ട് നോക്കി, ഇഷ്ടംപോലെ ആ സൈഡിലോട്ട് ഇഷ്ടംപോലെ കിടപ്പുണ്ട്. കയറി പറിക്കടാ. വിളഞ്ഞു പറഞ്ഞുണ്ടായിരുന്നു. ഇന്നലെ പറഞ്ഞ എന്തായിരുന്നു? അഥവാ ഏട്ടാ അവൻ മരം കയറുന്ന വീഡിയോ എടുക്ക്. അഥവാ ഇവൻ വീട് കഴിഞ്ഞാൽ ഭയങ്കര റീച്ചാ, നമുക്ക് തമ്മയിലും കൊടുക്കാം. ഇല്ല പാട്ടിട്ട് കൊടുക്കായിരുന്നു. ഇങ്ങനൊന്നും അല്ലടാ. അതെ, ഇത് മരം കയറാൻ അറിയത്തില്ല കേട്ടാ. ഞാൻ കയറേണ്ടി വരുമെന്ന് തോന്നുന്നു. അവന് വെയിറ്റ് ഒന്നും ഇല്ല, കുഴപ്പമില്ല. ഇതിപ്പോ നമ്മള് മാത്രമായിരുന്നെങ്കിൽ കേട്ടാ, നമ്മള് മാത്രമായിരുന്നെങ്കിൽ ഇല്ലെന്നും പറഞ്ഞെങ്കിൽ ഇറങ്ങിയാൽ. ഇതിപ്പം അഭിമാനത്തിന്റെ പ്രശ്നമായി പോയി. ഈശനാടിയും കളിക്കാത്തില്ല. അതാണ് ഈ പ്രശ്നം. അതവരുടെ കുടുംബത്തിൽ ആർക്കും കളിക്കുന്നത്. അമ്മയുടെ കുടുംബത്തില് മീശ കളിക്കാനാണോ? ആ, അനന്ത് സക്സസ് ആയി. അത് താഴെ നന്നായിട്ട് എത്തിച്ചൂടെ? അതെ, അല്ലെങ്കിൽ എറിഞ്ഞു തന്നാ ഞങ്ങള് ക്യാച്ച് ചെയ്യത്തില്ലേ? അതാവും പോയി. സാരമില്ല, പുള്ളിക്കാരി അറിഞ്ഞില്ല കേട്ടോ ഇത്ര സെറ്റ് ആവുന്നു. പുള്ളിക്കാരിക്ക് ഭയങ്കര നാണായിരുന്നു വരാൻ വേണ്ടിട്ട്. ചേച്ചി ഇനിയിപ്പോ കുഴപ്പമില്ല, ഇനിയിപ്പോ എപ്പോ വിളിച്ചാലും വന്നോളൂ. നീ അടുത്തത് ഇവളുടെ കല്യാണാണോ ഉള്ളത്. ഇവളെ കൂടെ കെട്ടിച്ച് പണ്ടാറടക്കിയിട്ട് വേണം എനിക്കൊന്ന് സ്വസ്ഥമാവാൻ. നീയാണോ നടത്തി കൊടുക്കുന്നത്? ഇല്ല, അവള് നേരത്തെ കണ്ടു വെച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഇതിങ്ങനെ അവളല്ലേ ഇതൊക്കെ കാണാത്ത, ഇങ്ങനെ എടുക്കും. ചുമ്മാതാ ഇവള് നിന്നാ കാണുന്നത്, ഇങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. ഇല്ല മക്കളെ, കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് കൊണ്ടുപോയി വീട്ടിൽ വെച്ച് വയറുവേനയൊക്കെ വരുമ്പോ ഉരച്ച് നിന്നോ ബാഗിലിട്ടെ. അമ്മേ, ഞാൻ കുഴഞ്ഞമ്മേ, കഷ്ടപ്പെട്ട് വാഴയിലേക്ക് പിച്ച് കുഴഞ്ഞമ്മേ. ലവൻ അനന്ത് അവിടെ പോവാ. ആ, വാഴ വെച്ചാൻ പോവുന്നു. അല്ല, വാഴയില വെച്ചാൻ പോവാ. എനിക്ക് വയ്യടാ കുഞ്ഞാ, ഞാൻ വരാൻ പറ്റില്ല. ആ വാ, വരുവടാ, നീ വിട്. മുന്നിൽ പോ. ആ, കേറ്. നീ വീഴത്തില്ല, അമ്മ പിടിച്ചിട്ടുണ്ട്. അയ്യോ, എത്ര തടി കുറയ്ക്കാനുള്ളവരും 10 തവണ ഈ ഒരു കയറ്റം എന്നും കയറി ഇറങ്ങിയ നല്ല സ്ലിം ബ്യൂട്ടി ആയിട്ടിരിക്കും. വയറൊക്കെ എവിടാ പോകുന്നതെന്ന് നിങ്ങളെല്ലാവരും എന്നോട് ചോദിച്ചില്ലേ, ചേച്ചിക്ക് എന്താ വയറില്ലാത്തതെന്ന്. ഇതാണ് കാര്യം. വാ മോളെ. അപ്പച്ചിയുടെ ചന്തി കുതിരപ്പുറത്തിരുന്ന് വേദനിച്ചെന്ന്. അപ്പച്ചി ഇതാ, ഇത് ഞാൻ പരിചയപ്പെടുത്താം. ഇതെന്റെ അച്ഛൻ്റെ ഏറ്റവും ഇളയ കുഞ്ഞിപ്പങ്ങളുടെ ചന്തി പോയി കുതിരപ്പുറത്തിരുന്ന്. ഇവർക്ക് കുടുംബമായിട്ട് പൈൽസ് ഉണ്ടായോണ്ട് ഇവർക്ക് കുതിരപ്പുറത്തിരിക്കുമ്പോ ചന്തി. അപ്പച്ചിക്ക് ഒന്നുമില്ല. പറ അപ്പച്ചി. അപ്പച്ചി ഇല്ലില്ല, അച്ഛൻ പറഞ്ഞോ. ആര് ഒളിച്ചോടി വന്നാലും അപ്പച്ചിയുടെ അടുത്തോട്ടാ ചെല്ലുന്നത്.
അപ്പച്ചി പറ. ക്യാമറ ഓൺ ആക്കിയപ്പോ അച്ഛന്റെ ലവ് സ്റ്റോറി അമ്മൂമ്മ നിർത്തി, അല്ല അപ്പച്ചി നിർത്തി. അങ്ങനെ അപ്പച്ചി പോയ ഭക്തി മാർഗങ്ങളുടെയൊക്കെ കഥകൾ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നത് ഞങ്ങൾ എല്ലാവരും കൂടെ കേട്ടോണ്ടിരുന്നു. അപ്പുക്കുട്ടന് പുതിയ കിട്ടിയ കളിപ്പാട്ടം കാലിൽ എങ്ങനെ വയ്ക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പൂപ്പനും അമ്മൂമ്മയും തലൊരു ഹെൽമെറ്റും വെച്ച് അവനെ ബാലൻസ് ചെയ്യാൻ പഠിപ്പിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. അമ്മ വിട്. അച്ഛനെ ഇങ്ങനെയൊന്നും നടക്കുന്നത് രണ്ട് ഒരു കൈ നിന്നാ മതി. ഒരു കൈ അപ്പനോട് എന്തൊരു സ്നേഹം. അപ്പൊ ഒരു കൈയെ പിടിച്ചാ മതി. ആ കൈ ഒരു കൈയെ പിടിച്ചാ മതി. ഒരു കൈ വിടാ. ആ കൈ വിട. ആ കൈ വേണ്ട. അച്ഛന്റെ കൊച്ചിലത്തെ രണ്ടാം ജന്മം ആനന്ദം. അങ്ങോട്ട് വച്ച് കഴിഞ്ഞാൽ അവനങ്ങ് പഠിച്ചോണോ അത്. എന്റെ കണ്ടോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ആരാടിയെന്ന് ചോദിച്ചപ്പോ അവള് പറയാണ് എന്റെ കൂട്ടുകാരനാണ്. കൂട്ടുകാരനെ നീ എപ്പോഴാ കണ്ടേ? രാജിയുടെ ഹാപ്പി ബർത്ത്ഡേക്ക്. ഞാനിവിടെ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഫുൾ റെസ്റ്റാ. ഇങ്ങോട്ട് വാ, വേണമെങ്കിൽ വേണം. വീട്ടിലോട്ട് വന്ന് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കൈക്കും കാലിനും ഒന്നും ഒരു സ്വാധീനവും ഇല്ല. എന്താ എനിക്കറിയത്തില്ല. എനിക്ക് എടാ ഇച്ചിരി അമ്മയ്ക്ക് വെക്കടാ. അങ്ങനെ ഉച്ചയായപ്പോഴത്തേന് ഇത്രയും വിഭവങ്ങൾ ഒരുക്കി ശരിയാക്കി വെച്ചു. എന്നിട്ട് ആദ്യം നമ്മളിവിടെ സദ്യ കഴിക്കാനല്ല ഇരിക്കുന്നത് കേട്ടോ. മലനാടൻ അപ്പൂപ്പന ആദ്യം വിളമ്പും വിത്ത് കള്ളും കാണും കേട്ടോ. ഇവിടുത്തെ മെയിൻ നേർച്ച കള്ളാണ്. കള്ളും ഇതുപോലെ സദ്യ എല്ലാം വിളമ്പിയിട്ട് നമ്മൾ കുറച്ച് നേരം പുറത്ത് മാറി നിൽക്കും. എന്നിട്ട് ഈ ഇല വന്ന് അനക്കിയിട്ടാട്ടോ നമ്മൾ പിന്നെ ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞാനിന്ന് വിളമ്പാന്ന് പറഞ്ഞിട്ട് നിന്നപ്പോൾ ശ്രീയും എല്ലാം കൂടി വന്നു. അത് കഴിഞ്ഞ് അമ്മ വന്നു. അപ്പോൾ കറികളൊക്കെ എനിക്ക് ഓർഡറായിട്ടൊന്നും വിളമ്പാൻ അറിയത്തില്ലെന്നേ. അപ്പോൾ അപ്പച്ചെടി അതല്ല ഇവിടെ അല്ലടി, ഇത് ഇവിടെ അല്ലടി എന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞ് എല്ലാം കൂടെ കുഴച്ച് വായിലോട്ട് തിന്നുമല്ലേ, പിന്നെ എന്ത് സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങ് നൈസായിട്ട് ഒഴിവായി. അത് കഴിഞ്ഞ് അപ്പുക്കുട്ടനോട് ഓരോ കറികളും ചിപ്സും ഒക്കെ അപ്പുക്കുട്ടനും വിളമ്പാൻ വേണ്ടി നിന്നു. അങ്ങനെ കണ്ണൻ ചേട്ടൻ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പച്ചി പറഞ്ഞു വൈകുന്നേരം ഓടി വരാം, നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാനിരിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് ഇരുന്നു കേട്ടോ. അമ്മയും പറഞ്ഞു നീ ഇരി. അപ്പോൾ അനന്തും എനിക്കാണെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് റേഞ്ചുള്ള അപ്പുറത്തെ മേളിൽ റോഡിലോട്ട് പോയി അവൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേന് കണ്ണൻ ചേട്ടൻ ബുള്ളറ്റ് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞു മറ്റേ സിനിമയ്ക്കകത്ത് ജഗതിയാണ് കണ്ണൻ ചേട്ടൻ, ഫുഡ് വിളമ്പുമ്പോഴത്തേനും ഓടി കറക്റ്റ് ടൈമിലെത്തും. അപ്പോൾ അങ്ങനെ ഒരു സീറ്റിൽ കണ്ണൻ ചേട്ടനും കൂടെ ഇരുന്ന് ഞങ്ങൾ തമാശയും ചിരിയൊക്കെ പറഞ്ഞ് എത്ര ചിരിക്കാവോ അത്രയും ചിരിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് അറിയാൻ പാടില്ല, അതുകൊണ്ട് മനസ്സൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് റിലാക്സ് ആവും. നമ്മൾ ഇടയ്ക്ക് എപ്പോഴും ഇങ്ങനെ വീട്ടിൽ അടഞ്ഞുകൂടി ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെ അങ്ങ് വല്ലാതാവും കേട്ടോ. നമ്മൾ എല്ലാവരുമായിട്ടും ഭയങ്കര സന്തോഷത്തോടെ കളിച്ചിരിച്ചൊക്കെ നടക്കുവാണെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട്. വല്ല ഗുണമുണ്ടോ? നിന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്നോട് പറഞ്ഞില്ലല്ലോ. എന്നോട് പറഞ്ഞില്ലായിരുന്നല്ലോ. നീ അത് എത്ര വയസ്സായി? പെണ്ണെ ചെറുക്കന്റെ നോക്കണേ. അവന് നല്ല ജോലി കിട്ടി, ആദ്യത്തെ ശമ്പളം മൊത്തം ചേച്ചിക്ക് തന്നിട്ട് അച്ഛനാണ് കണ്ണൻ ചേട്ടാ. അവന് നല്ല ജോലി കിട്ടിയിട്ട് ഒരു വർഷത്തെ ശമ്പളം എനിക്ക്, ഒരു വർഷത്തെ അച്ഛനും ഒരു വർഷത്തെ അമ്മയ്ക്ക്. എനിക്ക് വേണ്ട. പിന്നെ ഒരു വർഷം അവൻ കല്യാണം നടത്താൻ അവൻ സമ്മതിക്കണം. അല്ല അച്ഛൻ അമ്മ പറഞ്ഞില്ലേ ഈ വീട്ടിൽ നിന്ന് പുറത്തും പോകണം. നമുക്ക് അതിനോട് ചേർത്ത് വീട് ഇല്ല ഞാൻ ഒരു വഴി കണ്ടിട്ടുണ്ട്. ആഗ്രഹം പോലെ ഞാൻ കൊല്ലത്തൊരു വീട് പോയി. എന്നിട്ട് കൂടെ അച്ചക്കൊന്താ അവന് ജോലിയുള്ള ഒരു പെണ്ണ് വേണം. അവൾക്ക് അടുക്കള ചെയ്ത് കൊടുക്കണം. അവന് അവളെ പെണ്ണ് പോലെ നോക്കിക്കോളാം. അവന് പണിയെടുക്കാൻ വേണ്ടി കൂടെ നിങ്ങൾ പറയരുത്. വയറുള്ള അവയവങ്ങൾക്കൊന്നും ഡൈജസ്റ്റിന്റെ ആവശ്യമില്ല. അവന്റെ എല്ലാം ഇവിടെ ഇരുന്നത് ഈ ഓഫർ ഇനി ഒരു വർഷത്തെ കൂടി മാത്രമേ ഉള്ളൂ. നിനക്ക് പബ്ലിസിറ്റി ഞാൻ നിനക്കറിയാലേ ചേച്ചി ഇടൂന്ന് പറഞ്ഞ ചേച്ചി ഇടും. ഇതെല്ലാം ചേച്ചി പോയാലും ഒരു വാക്ക് അല്ല ഇപ്പൊ മനസ്സിലാകട്ടെ. ഇപ്പൊ തേച്ചു തുടങ്ങി.
ഇപ്പൊ ദഹിച്ചു തുടങ്ങി ഒന്നുമില്ല നീ പറഞ്ഞോട് അല്ലേ ഇപ്പൊ ദഹിച്ചു തുടങ്ങി. എല്ലാരും ആലോചിച്ചോണം കേട്ടോ. അവന്റെ ഒരു എന്താ മോനെ സൈലന്റ് ആയല്ലോ, വല്ല പറയാനുണ്ടോ? കഴിഞ്ഞല്ലോ, എന്നാ നാളെ എഴുന്നേക്കട്ടെ. എന്റെ കുഞ്ഞുള്ള കാര്യമാണ് പറഞ്ഞത്. അന്ന് നിങ്ങളെല്ലാവരും ഇത്ര വലിയ പ്രശ്നമാക്കുന്ന എന്തുവാ? അവനോട് പ്രസവിക്കാൻ അനന്തൂരിനോട് കൂട്ട് അപ്പച്ചി അവനോട് പ്രസവിക്കാൻ നല്ല കൂട്ടാ കൂട്ടാ അപ്പച്ചി അപ്പച്ചിയാണ് ആദ്യം കഴിച്ചത്. അപ്പച്ചി തേച്ച് എന്നോട് പറഞ്ഞതല്ലേടാ ഞാൻ പറഞ്ഞത്. കരച്ചിലാണെന്നറിയോ? വെറുതെ ഒരു ഗവൺമെന്റ് ജോലിക്കാരിയെ ഞാൻ കളഞ്ഞു. അവള് കല്യാണം കഴിച്ചാൽ അളിയാന്ന് വിളിച്ചോണ്ട് അന്നാ പിന്നെ എന്റെ ശവം പൊക്കിയാ മതിയായിരുന്നു. ഒന്നിനെ നിന്നെ നമ്മൾ ഒരു പരുവാക്കിയ നന്നായിരുന്നില്ലേ? അല്ലെങ്കിൽ നന്നാക്കുന്നുണ്ട് ഈ വീഡിയോ ആക്കിയിട്ട്. ഞങ്ങൾ നന്നാക്കുന്നുണ്ട്. ചമ്മി കണ്ടോ നിർത്തി. പക്ഷെ അവന്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയല്ലയോ? താഴോട്ടൊന്നും പിള്ളേരില്ലാണ്ടായി പോയി, മുകളിലോട്ടല്ല. അമ്പാടിയിലൊന്നും എനിക്ക് വിശ്വാസമില്ല. സംസാരിക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം. നിന്റെ ഫോട്ടോ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ അടുത്ത് കളിച്ച അവള് നല്ലപോലെ യൂട്യൂബിൽ അവളെ ഇട്ട് ഞാൻ തന്നെ ഇട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കൂടെ അയച്ചതാ. ഞാൻ ഒന്ന് കണ്ടന്റ് ആക്കട്ടെ. എനിക്ക് എന്ത് കിട്ടിയാലും കണ്ടന്റ് കൊച്ച് ഇത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആ ഫോട്ടോ കണ്ടിരുന്നെങ്കിൽ ഇട്ടിട്ട് ഓടിയാൽ അയച്ചു കൊടുത്തിട്ട് എന്നോട് ഇത് ആരാന്ന് ഞാൻ ഡ്രസ് എടുത്ത്. അപ്പൊ താഴെ വരെ പാവാടയാ. അപ്പൊ ഞങ്ങള് നിനക്കാ ഇറക്കം, അല്ല എനിക്കാ ഇറക്കം, നിനക്കാ ഇറക്കം. ഈ അപ്പച്ചി മുട്ട് വെച്ചങ്ങ് മുറിച്ച് രണ്ട്. എന്തൊക്കെയാ ഒരു താലിയുണ്ട്, 4 പല്ലില്ല പോന്നേ. ഒന്നല്ല ഒരു 3-4 പുറലാ പോകുന്നത്. പക്ഷെ അതുകൊണ്ട് അവരുടെ അച്ഛനും അമ്മയ്ക്കൊന്നും ടെൻഷൻ ഇല്ല. കാരണം ഒരാൾ കൊണ്ടുവിടാനുണ്ട്. എല്ലാവരുടെ വീട്ടിലെത്തിക്കും. അവന് അതിന്റെ ഇടയ്ക്ക് മസാല ദോശ വേണ്ട, ഒന്നും വേണ്ട, അവനങ്ങ് പോയാ മതി. മോനെ എനിക്ക് അന്നേ മനസ്സിലായി. എനിക്ക് എന്തോ പ്രശ്നം എനിക്കറിയാം. സങ്കടപ്പെടണ്ട, അതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജീവിതം. നിനക്കൊരു ഞങ്ങളൊക്കെ ഇതിനൊക്കെ ഒരു മറയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇതിന്റെ അപ്പുറം നമ്മളതാ സ്കൂളിൽ ഒരു പശ്ചാത്തലത്തിൽ വിട്ടിട്ട് പിന്നെ അവർ 23-ാമത്തെ വയസ്സ് കല്യാണം കഴിക്കാൻ കൊണ്ടുവന്നിട്ട് കഴിച്ചില്ല. നമുക്കിനി ഇനിയുണ്ട് സമയം. അതുകൊണ്ട് എന്താ ലോട്ടറി അടിച്ചില്ലേ? ലോട്ടറി അടിച്ചില്ലേ? ഇത് വീഡിയോ ഓൺലൈനാ. നീ അത് പറഞ്ഞോ, ഇംപ്രഷൻ തോന്നണം എന്നെ കാണുമ്പോ. കണ്ടോ, ഞാനിവിടെ പറയുന്നതിൽ കാര്യമുണ്ട്. നീ അതും കൂടെ ഇട്ടു. ഇട്ടുന്നുണ്ട്. എന്റെ മോള് സുന്ദരിയാ. അല്ല ഇത് കേക്ക, ഈ വീഡിയോയുടെ ഹെഡിങ് എന്താണെന്നറിയാമോ? ഈ വീഡിയോയുടെ ഹെഡിങ് എന്താണെന്നറിയാമോ? കണ്ണൻചേട്ടന് പെണ്ണ് കിട്ടിയേ. പെണ്ണിന്റെ മുഖം മറച്ചോണ്ട് ഒരു സ്മൈലി. പെണ്ണിനെ കാണണമെങ്കിൽ കല്യാണം വരെ വെയിറ്റ് ചെയ്യണം. ഇനി കണ്ടന്റ് കുറയായി. ഇതിനൊക്കെ ഇടണ്ട. ഈ കുറെ നാള് കണ്ണൻചാട്ടനെ വെക്കാം. കുറച്ചാളിഞ്ഞി അവള് കണ്ണനെ വെക്കും. ശരിയാണ്, ശരിയാ. എനിക്ക് എന്താ വേറൊരു കഥ ഇങ്ങനെ ആലോചിക്കണ്ടേ? എന്റെ ദൈവമേ, ഞാൻ ഒന്ന് ശരിക്കും ആലോചിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം. നിങ്ങൾ പറ. ഒന്നെങ്കിൽ ഇന്ന് നിന്റെ യൂട്യൂബ് ചാനലിൽ പൂട്ടും. അവള് ക്ലിക്കായത് അവന്റെ വീഡിയോ ഞാൻ മലനാട് ഉത്സവത്തിന് ഇട്ടപ്പോ അവന്റെ മുഖം ഇങ്ങനെ പ്രകാശഭരിതമായിട്ട് നിന്നോണ്ട് ഞാൻ ക്ലിക്കായത്. എന്നാ നിന്റെ അച്ഛൻ എന്നെ ക്ലിക്കാവേണ്ടതല്ലയോടാ? നിന്റെ തലവട്ടം കണ്ടപ്പോ അച്ഛന്റെ ജോലി പോയി. എന്നെയും കൽവി കൊണ്ടുവന്നു അല്ല പോയി. നിന്റെ തലവട്ടം കണ്ടപ്പോ ജോലി പോയിട്ട് അവന്റെ തല കണ്ടിട്ട് ഞാൻ ക്ലിക്കായിരുന്നു. അവന്റെ ഒരു വയറ്റിളക്കം ഉണ്ടായിരുന്നല്ലോ ഒരു സമയത്ത്. ഇതെല്ലാം ഓണാണ്. അപ്പൊ നമ്മൾ അമ്പലത്തിലോട്ട് പോവാണ്. അമ്പലത്തിൽ പോവാത്ത അച്ഛനും അമ്മയും അപ്പച്ചിയും ഒക്കെ ദാ നിക്കുന്നു. ടാറ്റാ അച്ഛാ, ടാറ്റാ അമ്മ, ടാറ്റാ അമ്മ, ടാറ്റാ. നമ്മള് അമ്പലത്തിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഞാൻ സ്ലിപ്പർ ഇട്ടോണ്ട് താഴെ വന്നു. ഇനിയിപ്പോ ചെരുപ്പ് അനന്തൂനോട് എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഭയങ്കര തിരക്ക്, വണ്ടി അങ്ങോട്ട് പോകത്തില്ല. അപ്പൊ കാറ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇനി നടന്നാണ് പോകുന്നത്. ഒരുപാട് നാളിന് വർഷത്തിന് ശേഷമാണ് ഞാൻ കേട്ടോ ഉത്സവത്തിന് പോകുന്നത്. അതൊന്നും ഇവളുണ്ടായോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ പോകത്തൊന്നുമില്ല. നടന്നു പോവാ. ഇവളിവിടുന്ന് ഒത്തിരി ദൂരം ഉണ്ടോന്ന് എന്നോട് ചോദിച്ചേ. ഞാൻ പറഞ്ഞു മോളെ നമ്മൾ തുടങ്ങിയിട്ടേ പോകും. ഉത്സവത്തിന്റെ
അറിയിക്കുകയാണ്. ഇവിടെ എന്തൊരു ഡാൻസ് കളി പറ്റിക്കാൻ വേണ്ടി ഒരാൾ സൈഡിൽ കൊണ്ടിരുന്ന് അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ട് അപ്പുക്കുട്ടന് ടോയ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഈ പാമ്പിനെ മതി എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കറിയാൻ പാടില്ല അപ്പുക്കുട്ടന് പാമ്പിനെ എന്താ ഇത്ര ഇഷ്ടമെന്ന്. അങ്ങനെ ഒറിജിനൽ പോലെ തോന്നുന്നത് കറക്റ്റ് കളറിലുള്ള ഒരു പാമ്പിനെ അവൻ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഒക്കെ പ്രാങ്ക് കൊടുക്കാന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു വഴി ഒരുവിധം കഴിയുന്ന വരെ ഭയങ്കര തിരക്ക് തന്നെയായിരിക്കും കേട്ടോ. ഭയങ്കര തിരക്ക്. കയ്യും വീശി കൂളായിട്ട് വന്ന വഴികളാണ് ഇപ്പൊ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരുന്നത്. ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പണ്ട് ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ട്. ആൾക്കാരിങ്ങനെ ശ്വാസം കിട്ടാതൊക്കെ മരിച്ചു പോകുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മാത്രമല്ല ഭയങ്കര ചൂടായതുകൊണ്ട് പൊടിയും ശരിക്കും പറക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നപ്പോഴത്തേന് എനിക്ക് ഷോളിൻ്റെയും ഇതിൻ്റെയും ബ്ലാക്ക് ഡ്രസ്സിൻ്റെയും കൂടെ ആണോ എന്ന് അറിഞ്ഞുകൂടാ. ചൂടെന്നൊന്നും പറഞ്ഞാൽ പോരാ, സഹിക്കാൻ പറ്റാതായപ്പോഴത്തേനും ഞാൻ മുടിയെല്ലാം കൂടെ എടുത്ത് അമ്മച്ചിക്കെട്ട് കെട്ടി അങ്ങ് വെച്ച് ഷോള് ചുരുട്ടി അങ്ങ് കൈ പിടിച്ചു കേട്ടോ. സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. എനിക്ക് എങ്ങനെങ്കിലും കാറ് കിടക്കുന്നിടത്ത് അങ്ങ് ചെന്നാൽ മതി എന്ന് ഉള്ളൊരവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ആർഭാടത്തിൽ പോയതാ. തിരിച്ചു വന്നപ്പോഴത്തേനും എൻ്റെ പൊന്നോ, ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച് ഷോളൊക്കെ കയ്യിൽ ആ ചൂടെടുത്ത് അമ്മ അതിൽ തിരക്കെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അല്ലേടി. ഓ എനിക്ക് വയ്യ. ഇപ്പോഴും ആൾക്കാർ പൊക്കോണ്ടേ ഇരിക്കുക. ഇനിയിപ്പോൾ രാത്രി ഗാനമേളയൊക്കെ ഉണ്ട്. ചിലപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോകും. അപ്പോൾ നാളെ അപ്പുക്കുട്ടന് സ്കൂളുണ്ട്, അവൻ്റെ ഗ്രാജുവേഷൻ സെറമണി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓടിപ്പോയി കാറിൽ AC ഇട്ടിട്ട് കുറച്ച് നേരം ഇരിക്കാം. സഹിക്കാൻ വയ്യ. അതിൻ്റെ കൂടെ ഉണ്ടല്ലോ ഭയങ്കര പൊടി പറക്കുമോ അങ്ങ് നന്നായിട്ട്. എല്ലാവരും കൂടി ഇങ്ങനെ ഇതായിട്ട് വന്നപ്പോഴത്തേനും പൊടിയെല്ലാം കൂടെ പറന്ന് എൻ്റെ പൊന്നെ വയ്യ. വെള്ളത്തിലെങ്ങാനും മുങ്ങിക്കിടക്കണം. ഭയങ്കര എന്റെ പൊന്നമ്മച്ചിയേ, അയ്യോ ഇപ്പോഴാശ്വാസമായത്. ആ ഇറക്കമായോണ്ട് ഒന്നും അറിയാതെ ഞാൻ ഇറങ്ങി പോരുന്നു. അയ്യോ എന്റെ പൊന്നോ, അങ്ങോട്ട് പോയപ്പോ പൂ പോലെ അങ്ങ് ചെന്ന് കേട്ടോ. തിരിച്ചു വന്നപ്പോഴത്തേന് കട്ടയും പടം ഇളകി. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ആശ്വാസമായി. രാമച്ചത്തിന്റെ വെള്ളം കേട്ടോ. രാമച്ചത്തിന്റെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ വെള്ളം കുടിച്ചു. ഇനി തിരിച്ച് നമ്മള് ഇടയ്ക്കാട്ടിലോട്ട് പോവാ. എനിക്ക് സത്യം പറഞ്ഞോണ്ടല്ലോ 2 ദിവസവും കൂടെ നിക്കണമെന്നുണ്ടായിരുന്നേ. നാളെ ഇവന് ഗ്രാജുവേഷൻ ഡേ, അതുകൊണ്ട് പോയേ പറ്റത്തുള്ളൂ. എന്തിനാണോ പോട്ടെ, സാരില്ല, രസമല്ലേ. അപ്പൊ അതിന് പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മള് പോവാണ്. അപ്പൊ ഇന്ന് ഇവക്ക് ഇനി പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ന് ഇവള് ഇടയ്ക്കാട്ടിലാണ്. ഇന്ന് ഇവളെ കുറെ കഥകളൊക്കെ പറഞ്ഞ് ഇനി രാത്രി പേടിപ്പിക്കണം. അതാണ് എന്റെ ലക്ഷ്യം. രാജിയെ പേടിപ്പിക്കാൻ വേണ്ടി ഇത് ഒറിജിനൽ പാമ്പിനെ പോലുണ്ട്. അവർക്ക് എനിക്ക് പേടിയൊന്നുമില്ല. അത് അനന്ത് പറഞ്ഞ് എനിക്ക് പാമ്പ് വന്നു കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ അറിയാന്നൊക്കെ ഉച്ചയ്ക്ക് ഇരുന്നിട്ട് ബടുവാടിക്കുന്നുണ്ട്. അവന്റെയും കൂടെ കട്ടിലിടെ വെച്ചു കൊടുക്കണം. അപ്പൊ അപ്പൊ കുളമാക്കരുത് കേട്ടോ. ഇതെല്ലാം നല്ല ക്ലിയർ. അത് സാരമില്ല. പ്ലാൻ ചെയ്ത് കാണിക്കാം. ഇപ്പഴേ ചെല്ലുമ്പോ അടങ്ങാതെ കയറി പോണം. ശരി.
എടാ അപ്പൊ നിന്നെ പോലെ ഇങ്ങനെ റെഡ് കണ്ണാണോ മഞ്ഞ കണ്ണാന്നൊന്നും ആരും നോക്കത്തില്ല. ഇത് കാണുമ്പോഴേ എല്ലാരും ചാടി തുള്ളിക്കൊണ്ട് ഓടിക്കോളും. അപ്പൊ നമ്മൾ ഉത്സവമൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇവിടെ വന്നോ? പോവാന്നോ? അതിൽ അവള് എന്തായാലും മേടിച്ചോണ്ട് വന്നു. കോമഡി ഇത് എവിടെയായിരുന്നു വെക്കേണ്ടെന്നറിയോ? കക്കൂസിന്റെ എവിടെ വെക്കണം. അതല്ലെങ്കിൽ ഉറങ്ങുന്ന ബെഡിന്റെ സൈഡില് ഇങ്ങനെ എടുത്ത് വെച്ചായിരുന്നെങ്കിൽ അനന്തൂരിട്ടൊന്ന് നോക്കാൻ നോക്ക്. നമുക്ക് എല്ലാവർക്കും അനന്തൂരിട്ട് പണി കൊടുക്കാൻ നോക്കാം. സെറ്റ് ആയിട്ടിരിക്കും. അപ്പഴത്തേനും ഇവൻ വരുമ്പോഴത്തേക്കും അതുമല്ല വീഡിയോ എടുക്കാൻ പറയും. വീഡിയോ എടുക്കാൻ പാമ്പ് അടിച്ചു പോയാൽ ഓടിച്ചൊന്നും പിടിക്കുകയല്ലേ ചെയ്യുക പറഞ്ഞേ. സത്യം പറഞ്ഞാൽ പോയിട്ട് വന്നിട്ട് ക്ഷീണിച്ചിട്ടേ ആരെയും പ്രാങ്ക് ചെയ്യാനുള്ള ഒരു മൂഡില്ലാത്തോണ്ടാ. ഇല്ലെങ്കിൽ എല്ലാത്തിനുള്ള പരിപാടി ഞാൻ തലടക്കടിയിലൊക്കെ വെച്ച് കൊടുത്തേരെ. അങ്ങനെ കുറേ രാത്രി ആയപ്പോഴത്തേന് അപ്പുക്കുട്ടൻ എന്നല്ല അനന്ത് വന്നു. അങ്ങനെ പിന്നെ അവനോട് കുറേ നേരം കാര്യം പറഞ്ഞ് ചിരിച്ച് ഞങ്ങൾ ഒരു 10, 11, 12 മണിയായപ്പോഴത്തേനും ഞങ്ങളെല്ലാം കയറി കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നാളെ കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ.